ഹലോ ഗീസ്, ഇത് കണ്ട നല്ല അടിപൊളി ചൂര മീനാണ്. ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴല്ലോ നേരെ ചന്തയിലോട്ട് കയറി. അപ്പോൾ അവിടെ നല്ല ഫ്രഷ് കപ്പയും നല്ല ചൂര മീൻ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് കപ്പയല്ല മരിച്ചിനിയാണ്. അങ്ങനെ ജോലിയും കഴിഞ്ഞ് വന്ന് ഇത് നേരെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വന്നിട്ട് കുളിക്കാറാണ് പതിവ്. ഇന്ന് കുളിച്ചില്ല, എല്ലാം അങ്ങോട്ട് റെഡിയാക്കിയിട്ട് നേരെ ഒന്ന് കുളിച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയമ്മ വീഡിയോ കോളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കപ്പയും മീൻകറിയും കൂടെ രാത്രി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തേങ്ങ അരച്ചാണ് ഞങ്ങളുടെ ചൂര മീൻ വെക്കുന്നത്. ചിലവർ പുളിയും മുളകൊക്കെ ഇട്ട് വെക്കും. ഞങ്ങളിവിടെ തേങ്ങ അരയ്ക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയാണ് ആ കറിക്ക്. അങ്ങനെ ഇതാ കൂട്ടൊക്കെ തിളച്ചപ്പോൾ തലയും കഷ്ണങ്ങളും കൂടെ എടുത്തിട്ടു. തക്കാളി, പച്ചമുളക്, മുരിങ്ങയ്ക്ക അതെല്ലാം കൂടെ ഇട്ട് നമ്മൾ ചൂര മീൻ ഒരു സൈഡിൽ കപ്പയും റെഡിയാവുന്നുണ്ട്. കപ്പയ്ക്കുള്ള കൂട്ടും കൂടെ ഞാൻ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉള്ള പാത്രങ്ങളെല്ലാം കൂടെ അങ്ങ് കഴുകി വെച്ചു. ആ സമയം കൊണ്ട് തന്നെ മീനൊന്ന് തിളച്ചു. അതിലേക്ക് പുളിയും ഉപ്പും കൂടെ ഇട്ട് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ടൊന്ന് സിമ്മാക്കി ഇട്ടു. എന്നിട്ട് വേണം എനിക്ക് പോയി കുളിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചെയ്തപ്പോൾ എന്നാ ഒരു തളർച്ച. പിന്നെ ഞാൻ നോക്കിയപ്പോണ്ടല്ലോ എണ്ണ ഒരു 5 കഷ്ണമേ വരത്തുള്ളൂ. എനിക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് അമ്മ. നല്ല വരിക്കച്ചക്ക, നല്ല മധുരം ഉണ്ടായിരുന്നു. ഒരു കഷ്ണം ഞാൻ കഴിച്ചോളൂ, കാരണം കപ്പയും മീനും നമുക്ക് വെയിറ്റിംഗ് ആണ്. കുളിച്ചിട്ട് വന്നപ്പോഴത്തേനേയും നല്ലതായിട്ട് കപ്പ വെന്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂട്ടൊക്കെ ഇട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി. കപ്പ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സെഗ്മെൻറ്റാണ് ഇത്. എന്താണെന്നറിയോ, കപ്പ ഇങ്ങനെ ഇളക്കുന്നത്. കയ്യിൽ ആവി അടിച്ചിട്ട് പാടില്ല. നൈസ് അമ്മരെ കൊടുത്തു. അമ്മ വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് ഇടിച്ചുടച്ച് കപ്പ അങ്ങോട്ട് റെഡിയാക്കി എടുത്തു. അങ്ങനത്തെ വിളമ്പാനുള്ള ആ ഒരു സെഗ്മെൻറ്റിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ചൂട് കപ്പയുടെ മുകളിലോട്ട് ആ തല അങ്ങോട്ട് ഒഴിച്ച് 2-3 കഷ്ണം കൂടെ ഇട്ട്. എൻ്റെ പൊന്നെ, ഇപ്പോഴും എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് വീണ്ടും കൊതി വരുന്നത്. പൊന്നു പറയണം, അമ്മയ്ക്ക് എന്തരമ്മ ഇത്ര കൊതിയെന്ന്. എന്ത് ചെയ്യുക, ഈ കപ്പയും മീനും കൂടെ മുമ്പ് കൊണ്ട് വെച്ച് ആർക്കാണ് ഗൈസ് കൊതി വരാത്തത്? എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എരിവും പുളിയും എല്ലാം കറക്റ്റ്. അങ്ങനെ നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.